ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് ബ്ലോഗാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ കുക്കൊന്നുമല്ല. ഞാൻ UK വന്നിട്ടാണ് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഞാൻ ഇന്നത്തേത് ഒരു ഉടായ്പ കുക്കിംഗാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് കുക്കിംഗ് തട്ടിക്കൂട്ടി ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ സമയം എനിക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഇന്ന് രാത്രി വന്ന് കുക്ക് ചെയ്യലും നടക്കില്ല, കാരണം ലേറ്റ് ആവും ഞാൻ വരാൻ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ ഇൻസ്റ്റൻറ്റ് കറി മിക്സ് ഞാൻ വാങ്ങി. അപ്പോൾ അതിന് ഞാൻ ഷോപ്പ് ചെയ്യാൻ പോയായിരുന്നു നേരത്തെ. അപ്പോൾ ബട്ടർ ചിക്കൻ ഇൻസ്റ്റൻറ്റ് കറി മിക്സ്, ഇതിൽ ഗ്രേവീസും പിന്നെ പൗഡേഴ്സും ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഇത് ബസ്മതി റൈസ്. ഇത് ജസ്റ്റ് ഓവനിൽ ഒരു 30 സെക്കൻഡ്സ് വെച്ചാൽ നമ്മൾ റൈസായി. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതിലേക്ക് വേറെ സ്പൈസ് ഒന്നും ഇടണ്ട, പക്ഷേ എനിക്ക് കുറച്ച് ഫ്രഷ് സാധനം ഇതിലേക്ക് ഇട്ടാൽ ആ ഒരു പാക്കറ്റ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വരലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനം അങ്ങനെ ഫ്രഷ് സാധനം ഇടലുണ്ട്. ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെയൊക്കെ. കാരണം ആ ഒരു പാക്കറ്റ് മണം വരണ്ടാച്ചിട്ടാണ്. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ ഇതേപോലെ ഉള്ളിയൊക്കെ മുറിച്ച് കുറച്ച് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ കറി മിക്സ് ഇട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ബട്ടർ ചിക്കനിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാനാണ് ഇതിലുള്ളത്. അല്ല, ഇത് ബട്ടർ ചിക്കൻ ഓർ പൊട്ടാറ്റോ എന്നാണ്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ നാളേക്കും കൂടിയുള്ള കറിയല്ലേ, കുറച്ച് പൊട്ടാറ്റോ കൂടി കിട്ടി. ചിക്കൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ കുറേ ചിക്കൻ ഇല്ല, ഇനിയിപ്പോൾ എനിക്കത് പോയി വാങ്ങലും എനിക്ക് നടക്കില്ല, സമയമില്ല. അപ്പോൾ തൽക്കാലം കുറച്ച് ഉരുളക്കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് പീൽ ചെയ്യാം. ഞാനൊരു 3:30 ഇതിൽ അലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുക്ക് ചെയ്ത് തീർക്കണം. എനിക്കിങ്ങനെ എന്നും അങ്ങനെയാണ് പോവല്, വലിയ മാറ്റമൊന്നുമില്ല. കാരണം എനിക്കിങ്ങനെ തിരക്കിട്ട് പോയി ഷിഫ്റ്റിൽ കയറുന്നതിനേക്കാളും സുഖം ഇങ്ങനെ മെല്ലെ പോയി കയറലാണ്. പക്ഷെ അത് നടക്കലില്ലെന്നുള്ളൂ എന്ന് ഞാൻ പറയും. എനിക്കിങ്ങനെ ഭയങ്കര റിലാക്സ് ആയി പോയി കയറണം. കാരണം ഇങ്ങനെ തിരക്കിട്ട് പോയാൽ നമ്മളാകെ ഒരു മൈൻഡ് ഔട്ടൊക്കെ ആയിട്ടായിരിക്കും പോവുക. എനിക്കാളും നല്ല റിലാക്സ് ആയി പോയാലും നല്ല കാമൻ ക്വയറ്റായിട്ട് നമുക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. യൂനോ ഓക്കെ. അങ്ങനെ തൽക്കാലം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഉരുളക്കിഴങ്ങ് മതി. ഓക്കെ. അപ്പോൾ സോറി, നിങ്ങൾക്ക് ഈ കട്ട് ചെയ്യുന്നൊന്നും കാണുന്നില്ലല്ലോ, ഇന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല കേട്ടോ, സോറിയാ. ബാക്കി കട്ട് ചെയ്തിട്ട് വരുന്ന വെജിറ്റബിൾസ് ഇങ്ങനെ ഒരു ബൗളിലാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ പ്രാവശ്യം നെക്സ്റ്റ് ടൈം കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ സുഖമാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു പ്രോ കുക്കായി ഗൈസ്. എല്ലാ ദിവസവും അസ്കറിന് പുറത്തുള്ള ഫുഡ് തീരെ ഇഷ്ടമല്ല. എനിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷെ എന്നാലും എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അധികം വീട്ടിൽ കുക്ക് ചെയ്യലുണ്ട്. ഞാൻ കുക്ക് ചെയ്തില്ലെങ്കിൽ അസ്കർ ചെയ്യും. അങ്ങനെ ഞങ്ങളങ്ങ് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യലുണ്ട് എന്തായാലും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ കറി ഉണ്ടാക്കാൻ പോവാം. യെസ്, കമാൻ. ഓക്കെ. അപ്പം നമുക്ക് ആ ചട്ടി ചൂടാവുന്ന സമയത്ത് എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് നോക്കി. ഇത് ഭയങ്കര മൈൽഡാണ്, തീരെ എരിവില്ല. അപ്പം നമുക്ക് എന്തായാലും പച്ചമുളക് ഇടണം. കാരണം ഇവരുടെ മൈൽഡ് എന്ന് വെച്ചാൽ നല്ല മധുരമായിരിക്കും. ഞാൻ അത് വായിച്ചില്ല വാങ്ങിയപ്പോൾ. ഓക്കെ, ആദ്യം പൊട്ടാറ്റോ green peas if using and simmer for 15 minutes or until cooked. ഓക്കെ, ഇതിലിപ്പോൾ എന്താണെന്നൊന്നും മര്യാദ ചെയ്തിട്ടില്ലല്ലോ. ഈ പൊടിയൊക്കെ ഇപ്പിടാ. അത് ഇവിടെ മര്യാദ ഉണ്ട്. പ്രിപ്പയർ ദ ചിക്കൻ ഓർ പൊട്ടാറ്റോ ബൈ കട്ടിങ് ഇൻ ടു 1 inch പീസ്. 3 പാക്കറ്റാണ് ഉള്ളത്. ഇത് അപ്പോൾ ഈ സ്പൈസ് പേസ്റ്റ് രണ്ടാമത്തെ ഇടാണ്. എന്നിട്ട് ഒരു 50 ml വാട്ടറിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രീം ഇടാം. ഞാൻ ക്രീം എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റെഡിയാക്കാം. ഓക്കെ, എൻ്റെ ഒരു ഊഹം പോലെ റെഡിയാക്കാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വലിയ പോരാട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ക്ലിയർ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് നോക്കാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ആദ്യം ഉള്ളിയൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാട്ടാം. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിയാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ അവിടെ എങ്ങനെയാണ് എനിക്ക് വെക്കേണ്ടത്? ഇത്ര ലൈറ്റ് ഇല്ല. പണ്ടാരെ അടുപ്പ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും.
റൈസൊക്കെ റെഡിയാണ്. റൈസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയായിട്ട് നിൽക്കുന്ന റൈസാണ് എനിക്കിഷ്ടം. ഞാനിത് മുമ്പും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒപ്പിക്കലുണ്ട്. എന്നും വാങ്ങുന്നില്ല, കാരണം എനിക്ക് പറഞ്ഞില്ല, എനിക്ക് ഫ്രോസൺ ഫുഡ് എനിക്ക് അന്ന് ഇടയിലൊരു വയറിന് ഭയങ്കര പ്രശ്നം വന്നിരുന്നു. എന്നിട്ട് നാട്ടിലൊക്കെ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനത്തെ ഫുഡ് ട്രൈ ചെയ്യലില്ല. പക്ഷെ അത്രയ്ക്കും ഇങ്ങനെ പെടുന്ന ടൈമിൽ മാത്രമേ ഞാൻ ട്രൈ ചെയ്യലുള്ളൂ. എനിക്ക് അധികം ഫ്രഷ് ഫുഡാണ് ഇഷ്ടം. ഇവിടുത്തെ ആൾക്കാർ അധികം കഴിക്കുന്നത് മറ്റേ റെഡിമെയ്ഡ് ഫ്രോസൺ പറാത്താസൊക്കെ എന്തായാലും വീട്ടിൽ സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ ഇങ്ങനെ വർക്കിങ്ങും സ്റ്റഡീസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പത്തിരിയൊക്കെ ഉണ്ടാക്കൽ ടാസ്ക്കാണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് അങ്ങനെ തിരിയും. ഇപ്പോൾ ദുബായിലോ UK ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാവരും ബിസി ഷെഡ്യൂളാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് ടൈം ഇത് കുക്കിങ്ങിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ വളരെ ലിമിറ്റഡ്. അപ്പോൾ മാക്സിമം ഉള്ള ടൈം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് കുക്ക് ചെയ്യലാണ് എല്ലാവരും. ഇവിടെ എല്ലാ സാധനം അവൈലബിൾ ആണ് കേട്ടോ. പത്തിരീൻ്റെ പൊടിയും പുട്ടുപൊടിയും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് അധികം അങ്ങനെ കൊണ്ടുവരാതിരിക്കണം. ഇപ്പോൾ എന്തായാലും അത് വാങ്ങി വെക്കും, എന്നാലും എനിക്ക് അധികം ആവശ്യം വരലില്ല, കാരണം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ പത്തിരിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ വീക്കെൻഡിലൊക്കെയാണ് ഉണ്ടാക്കൽ. അല്ലെങ്കിൽ അധികവും നെയ്ച്ചോറും അല്ലെങ്കിൽ സ്റ്റീം റൈസോ അങ്ങനത്തെ എന്തെങ്കിലുമായിരിക്കും ഉണ്ടാക്കല്. പക്ഷെ ഞാൻ ഡെയിലി സെയിം സാധനം ഉണ്ടാക്കലില്ല, എനിക്ക് ബോറടിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടാക്കും. അതേപോലെ രണ്ടാളും ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒരു സാധനം നടക്കില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് കുക്ക് ചെയ്യല്. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗ് പെട്ടെന്ന് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്നും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന്, പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും കുറേ ഡിലേ ആവും, അതാണ് പ്രശ്നം. പിന്നെ ഇവിടെ ഷിഫ്റ്റ് അതൊക്കെ കഴിഞ്ഞ് കോളേജ് യൂണി അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു ടൈം ആകും. അതുകൊണ്ടാണ് പറ്റാത്തത്. പക്ഷെ എന്തായാലും എനിക്കിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം. അസ്കർ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, ചെയ്യുന്നത് പക്ഷേ